ഈ അടുത്ത കാലത്താണ് UAE രാജകുമാരിയായിട്ടുള്ള ഷെയ്ഖ ഹിന്ദ് ബിൻത് ഫൈസൽ അൽ ഖാസിമി വളരെ വ്യക്തമായി ഒരു നിലപാട് അറിയിച്ചത്. അതായത് UAE നിന്നുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മതത്തെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ വല്ല പരാമർശവും സോഷ്യൽ മീഡിയയിൽ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും തക്കതായിട്ടുള്ള ശിക്ഷാ നടപടികളിലേക്ക് അവരെ കൊണ്ടുപോകും എന്നുള്ളത് UAE രാജകുമാരി വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതനുസരിച്ച് ഒരുപാട് നടപടികൾ ആ രാജ്യത്തുണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ രതീഷ് പയന്തോങ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ ഒരാൾ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ടിരുന്നു. ആ കമന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്ലാം ഇല്ലാതായിരുന്നുവെങ്കിൽ എത്ര സമാധാനമായേനെ. ഇസ്ലാം ഉള്ളത് കൊണ്ടാണ് ഇവിടെ തീവ്രവാദം വളരുന്നുള്ളത്. ഈ മതം ഒന്ന് നശിച്ചു പോയാൽ നല്ലതായിരുന്നു എന്നുള്ളതാണ് അയാൾ ഇട്ട കമന്റ്. ഈ കമന്റ് ഇട്ട ആള് നാട്ടിൽ കോഴിക്കോട്ടുകാരനാണ്. എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശത്താണ്. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബ് ലോകത്താണ്, ഷാർജയിലാണ്. ഷാർജയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ മതവിദ്വേഷം പുലർത്തുന്ന രീതിയിൽ ഇയാൾ കമന്റ് ഇട്ടത്. കമന്റ് പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ വൈറലാവുകയും ഒരുപാട് ആളുകൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരികയും ഇയാളെ തപ്പിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരികയും ചെയ്ത സമയത്ത് ഇയാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. ആ മാപ്പ് പറഞ്ഞ രീതിയാണ് ഏറെ കൗതുകം പുലർത്തുന്നുള്ളത്. അതായത് ഈ ഐഡിയിൽ തന്നെ അയാൾ പറയുന്നുണ്ട്, എൻ്റെ ഫോൺ ഞാൻ ഒരിടത്ത് ചാർജിന് വെച്ചതായിരുന്നു, അതിൽ ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയം ഏതോ ഒരാൾ എൻ്റെ ഫോൺ കയ്യിലെടുത്തിട്ട് ഞാൻ അറിയാതെ ഇങ്ങനെ ഒരു കമന്റ് നിക്ഷേപിക്കുകയായിരുന്നു, അഥവാ ഇങ്ങനെ ഒരു കമന്റ് ഇടുകയായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നുള്ളത്. ഇനി എന്നെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ് ഈ രതീഷിന്റെ വാദം. സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള പച്ചവർഗീയം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ആളുകളൊക്കെ പിന്നീട് മാപ്പുമായി വരുമ്പോൾ ഇതുപോലെയുള്ള ചില ഉഡായിപ്പ് ന്യായീകരണവുമായി മുന്നോട്ട് വരാറുണ്ട്. എന്തായാലും രതീഷിന്റെ കാര്യം കട്ടപ്പുകയാണ്. ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. ഒപ്പം സോഷ്യൽ മീഡിയയിൽ രതീഷിന്റെ ഐഡിയിൽ കയറിയിട്ട് ആളുകൾ പൊങ്കാല നടത്തുകയാണ്. ഷാർജയിലെ അധികൃതർ ഇയാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഇയാൾക്ക് കിട്ടും. ഒപ്പം ഇയാളുടെ ജോലി തന്നെ തെറിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനപ്പുറത്ത് ഇയാളിനി ഷാർജ കാണുമോ എന്നുള്ളതും സംശയമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.